ബാർകോഴ കേസിൽ കേസ് ഡയറിയും വസ്തുതാവിവര റിപ്പോർട്ടും ഹാജരാക്കാൻ വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകി. കേസ് ഫെബ്രുവരി 16-ന് പരിഗണിക്കും. അതേസമയം പണം നൽകിയതിന് തെളിവില്ലെന്ന് SP സുകേശിന്റെ തുടരന്വേഷണ റിപ്പോർട്ട് പുറത്തായി. മന്ത്രി KM മാണി ബാർ ഉടമകളിൽ നിന്ന് കോഴ വാങ്ങിയെന്നതിന് തെളിവുകളില്ലെന്ന് വ്യക്തമാക്കുന്ന 150 പേജുള്ള അന്വേഷണ റിപ്പോർട്ടാണ് സുകേശൻ കോടതിയിൽ സമർപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയത്തിൽ ബാർ ഉടമയായ ബിജു രമേശിന് എതിർപ്പുണ്ടായിരുന്നു. പുതിയ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ ബാറുകളുടെ ലൈസൻസ് പുതുക്കി നൽകാത്ത സാഹചര്യം വരുമ്പോൾ കോടികളുടെ നഷ്ടം ബിജു രമേശിനുണ്ടാകും. ഇത് മുന്നിൽ കണ്ട് സർക്കാരിനെ ഭീഷണിപ്പെടുത്താനായി ബിജു രമേശ് KM മാണിക്കെതിരെ കോഴ ആരോപണം ഉന്നയിക്കുകയായിരുന്നുവെന്നും സുകേശിന്റെ പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മന്ത്രി മാണിക്ക് പാലയിൽ വെച്ച ബാർ ഉടമകൾ 15 ലക്ഷം രൂപ നൽകിയിട്ടില്ല. ഈ സമയത്ത് പണവുമായി പോയെന്ന് പറയുന്ന ബാർ ഉടമയുടെ മൊബൈൽ ഫോൺ ടവർ പാലയിലായിരുന്നില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ അമ്പിളി എന്ന ബിജു രമേശിന്റെ ഡ്രൈവർ ഒരു കൃത്രിമ സാക്ഷിയാണ്. ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തി ഇറക്കിയ സാക്ഷിയാണ് അമ്പിളിയെന്നും അതിനാൽ അമ്പിളിയുടെ മൊഴി വിശ്വാസയോഗ്യമാകുന്നില്ലെന്നും സുകേശൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ബിജു രമേശ് തന്റെ വിഹിതമായ 10 ലക്ഷം രൂപ നൽകിയെന്ന് പറയുന്നതിലും സംശയമുണ്ട്. ബിജു രമേശ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ച തീയതിയും മാണിക്ക് നൽകാനായി തുക നൽകിയെന്ന് പറയുന്ന തീയതിയിലും വൈരുദ്ധ്യം കാണുന്നതായും സുകേശൻ കണ്ടെത്തിയിരിക്കുകയാണ്. 2014 മാർച്ച് 30, 31 തീയതികളിൽ പണം കൈമാറിയെന്നായിരുന്നു ബാർ ഉടമകൾ വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ 2 ദിവസങ്ങളിലും KM മാണിക്ക് പണം നൽകിയെന്നതിൽ തെളിവില്ല. എന്നിങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ബാർകോഴ കേസിൽ മന്ത്രി KM മാണിക്കെതിരെ പുതിയ തെളിവുകൾ ഒന്നുമില്ലെന്നും അതിനാൽ കേസിൽ തുടരന്വേഷണം വേണ്ടെന്നും കേസ് തള്ളണമെന്നും നിർദ്ദേശിച്ചുകൊണ്ടാണ് സുകേശൻ റിപ്പോർട്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേസമയം റിപ്പോർട്ട് പരിഗണിച്ച വിജിലൻസ് കോടതി ജഡ്ജി കേസ് അടുത്ത മാസം 16-ലേക്ക് മാറ്റി. കേസ് ഡയറി, വിശദമായ അന്വേഷണ റിപ്പോർട്ടുകൾ, ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ തെളിവുകൾ എന്നിവ ഹാജരാക്കാനും ജഡ്ജി ഉത്തരവിട്ടു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിജിലൻസ് SP സുകേശിന്റെ തുടരന്വേഷണ റിപ്പോർട്ട് വസ്തുതാ അന്വേഷണ റിപ്പോർട്ടിന് ഘടകവിരുദ്ധമാണ്. താൻ തന്നെ കണ്ടെത്തിയ കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങിയാണ് സുകേശൻ KM മാണിയെ രക്ഷിക്കാൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ബാർ കേസിൽ താൻ കണ്ടെത്തിയ തെളിവുകളെല്ലാം വിഴുങ്ങിയിരിക്കുകയാണ് വിജിലൻസ് SP സുകേശൻ. മാണിക്കെതിരെ താൻ തന്നെ കണ്ടെത്തിയ തെളിവുകൾ യാഥാർത്ഥ്യമായിരുന്നില്ല എന്നാണ് തുടരന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. KM മാണിയുടെ പാലായിലെ വസതിയിൽ ബാർ ഉടമകൾ പോയിരുന്നു എന്ന് നേരത്തെ സുകേശൻ കണ്ടെത്തിയിരുന്നു. ബാർ ഹോട്ടൽ ഉടമകളുടെ പ്രതിനിധി സജി ഡൊമിനിക് കാറിൽ മാണിയുടെ വീട്ടിലെത്തുകയും 2 കേരള കോൺഗ്രസുകാർ മുഖേന പണം വീടിനകത്തേക്ക് കൊണ്ടുപോയി എന്നതിന് തെളിവുണ്ടെന്നുമായിരുന്നു വസ്തുതാന്വേഷണ റിപ്പോർട്ട്. എന്നാൽ സജി ഡൊമിനിക് ഈ ദിവസം പാലായിലെ ഉണ്ടായിരുന്നില്ല എന്നാണ് പുതിയ കണ്ടെത്തൽ. മാണിയുടെ വീട്ടിൽ പോയിരുന്നു എന്ന് താൻ കണ്ടെത്തിയ സമയത്ത് സജി ഡൊമിനിക് പൊൻകുന്നത്തായിരുന്നു എന്നാണ് സുകേശന്റെ പുതിയ റിപ്പോർട്ട്. ബിജു രമേശിന്റെ കാറ് 2014 ഏപ്രിൽ 2-ന് പുലർച്ചെ 6:55-ന് ക്ലിഫ് ഹൗസ് വളപ്പിലുള്ള മാണിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയതായി സുകേശൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. മാണിയുടെ വസതിയിലെ രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാണിയുടെ വീട്ടിൽ നിന്ന് രാജ്കുമാർ തന്നെ ഫോണിൽ വിളിച്ച് നന്ദൻകോട്ട് ശ്രീവത്സന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന പണം വാങ്ങിവരാൻ ആവശ്യപ്പെട്ടതായി ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളി മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഇത് വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ സാഹചര്യ തെളിവായി സുകേശൻ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ പുതിയ റിപ്പോർട്ടിൽ മാണിയുടെ വസതിയിൽ രാജ്കുമാർ ഉണ്ണി വന്നിരിക്കാം എന്ന് മാത്രമാണ് പറയുന്നത്. അമ്പിളി പണം രാജ്കുമാർ ഉണ്ണിക്ക് കൊടുത്തിട്ടില്ല എന്നുമാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. വസ്തുതകളും സാഹചര്യ തെളിവുകളും പരിശോധിച്ചതിൽ KM മാണി പണം വാങ്ങിയെന്ന് വ്യക്തമായ തെളിവുണ്ടെന്നായിരുന്നു വസ്തുതാന്വേഷണ റിപ്പോർട്ട്. KM മാണിക്കെതിരെ കേസെടുക്കാൻ പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ടെന്നായിരുന്നു സുകേശന്റെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം. ഫലത്തിൽ ഇതെല്ലാം തള്ളിയാണ് തുടരന്വേഷണ റിപ്പോർട്ടിൽ KM മാണിയെ വെള്ളപൂശിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർകോഴ കേസിൽ വിജിലൻസിന്റെ കള്ളത്തരം പൊളിയുന്നു. സുകേശൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 5-ാം തീയതിയാണെന്നും തന്റെ മൊഴിയെടുക്കാനെത്തിയത് 7-ാം തീയതിയാണെന്നും ബിജു രമേശ് വ്യക്തമാക്കി. കള്ളത്തരത്തിന് തെളിവുമായി കോടതിയെ സമീപിക്കുമെന്നും ബിജു രമേശ് അറിയിച്ചു. തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് തന്റെ ഓഫീസിൽ തെളിവെടുക്കാനെത്തിയതെന്ന് ബിജു രമേശ് ആവർത്തിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ തന്റെ പക്കലുണ്ടെന്നും ഇതുമായി കോടതിയെ സമീപിക്കുമെന്നും ബിജു രമേശ് പറഞ്ഞു. അപ്പോൾ ഇത് ഇവരുടെ ബാക്കി മൊഴി കൊടുക്കാന്നുള്ളവരെ എടുത്തിട്ടില്ല. ബാക്കി പല ജോൺ കല്ലാട്ടിനോ ബാക്കി ആർക്കും നേരെ നോട്ടീസ് അയച്ചിട്ടില്ല. അവരാരും അറിയിച്ചിട്ടില്ല. ഞാൻ അവര് കല്ലാട്ടുമായിട്ട് സംസാരിച്ചവരെ കല്ലാട്ടിന് അതിനെ കുറിച്ച് മൊഴിയെടുക്കുന്നതിനെ കുറിച്ചോ റീഇൻവെസ്റ്റിഗേഷനോ ഒന്നും കല്ലാട്ടിനെ വിളിച്ചിട്ടില്ല, അറിയിച്ചിട്ടില്ല. എല്ലാവരും പറയാൻ തയ്യാറാണ് എന്നുള്ള വസ്തുതയായിട്ട് മുന്നോട്ട് നിൽക്കുമ്പോൾ തുടരന്വേഷണം നടന്നിട്ടില്ല. അതിന് പകരം തുടരന്വേഷണത്തിന്റെ മറവിൽ അവർ DGPയെ കൊണ്ടുവന്ന് വെച്ചു. ആ DGPയുടെ നേതൃത്വത്തിൽ ഈ കേസ് അട്ടിമറിക്കുകയാണ് ചെയ്തത്. എന്നാൽ താനടക്കം വിജിലൻസിന് മൊഴി നൽകാൻ തയ്യാറായിരുന്നുവെന്നും ഇക്കാര്യം വിജിലൻസിനെ അറിയിച്ചിരുന്നുവെന്നും രാജ്കുമാർ ഉണ്ണി പ്രതികരിച്ചു. മാണി കാശ് വാങ്ങിയതിന് തനിക്ക് കൃത്യമായ ബോധ്യമുണ്ടെന്ന് SP സുകേശൻ തന്നോട് പറഞ്ഞതായി ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ഈ സുകേശൻ തന്നെ എന്റെ മൊഴിയെടുക്കാൻ വന്നപ്പോ
എന്നോട് മാണി കാശ് വാങ്ങിച്ചതിന് നല്ല ബോധ്യം പുള്ളിക്കൊണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. SP സുകേശൻ ആദ്യം കൊടുത്ത റിപ്പോർട്ടല്ല ഇപ്പോഴത്തേതെന്നും SP സുകേശനെ ഭീഷണിപ്പെടുത്തി റിപ്പോർട്ട് തിരുത്തിക്കുകയായിരുന്നുവെന്നും PC ജോർജ് പറഞ്ഞു. സുകേശൻ ആദ്യം കൊടുത്ത റിപ്പോർട്ട് ഇപ്പൊ കൊടുത്ത റിപ്പോർട്ടും രണ്ടാകുന്നു. ആദ്യം സുകേശൻ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 15, 10, 25 ലക്ഷം രൂപ മാണി മേടിച്ചതിന് തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയും അതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് സുകേശിനെ പോലെ ഒരു SP ആണ്, അദ്ദേഹം പെൻഷൻ പറ്റാറായിരിക്കുന്ന മനുഷ്യനാണ്, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി, കുടുംബത്തെ ഭീഷണിപ്പെടുത്തി ഇതൊക്കെ ചെയ്യിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. ബാർക്കോഴ കേസിൽ വിജിലൻസ് തയ്യാറാക്കിയ റിപ്പോർട്ട് മുഴുവൻ തെറ്റാണെന്ന് ബിജു രമേശ്. കെ ബാബുവിന്റെ ഓഫീസിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ബിജു രമേശ് പറഞ്ഞു. വിജിലൻസ് വസ്തുതകൾ അട്ടിമറിച്ചുവെന്നും ബിജു രമേശ് ആരോപിച്ചു. ഈ കാര്യങ്ങൾ പുറത്തു വരും. സത്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ബാബു കുഴയും മറ്റ് പല മന്ത്രിമാരും ഈ കേസ് കുഴയും അവരെല്ലാം പലരും ജയിലിൽ പോകേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ എന്ന് പറയപ്പെടുന്ന സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാർ പലരും കറപ്റ്റഡാണ്. ആ കറപ്ഷൻ കംപ്ലീറ്റ് ഇതുമായി ബാർ വിഷയവുമായി ബന്ധപ്പെട്ട് കറപ്ഷൻ പുറത്തു വരും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഈ കേസിനെ അട്ടിമറിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ തിരക്കഥകൾ എഴുതി ഉണ്ടാക്കുകയും ബാബുവിൻ്റെ ഓഫീസിൽ നിന്ന് ബവറേജസ് കോർപ്പറേഷൻ്റെ കുറേ കണക്കുകൾ വിളിപ്പിക്കുന്നു. ആ കണക്കുകൾ അനുസരിച്ച് അതാണ് കൂടുതലായിട്ട് എനിക്ക് സംശയം വന്നത്. കാര്യം സുകേശനല്ല ആ കണക്കുകൾ എടുത്തത്, ബാബു എടുത്ത കണക്കുകളാണ്. എക്സൈസ് മിനിസ്റ്റർ ഓഫീസിൽ വിളിച്ചു വരുത്തിയെടുത്ത കണക്ക് എങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന പത്രങ്ങളിൽ വരുന്നു, അത് റിപ്പോർട്ടിൽ വരുന്നു വിജിലൻസിൻ്റെ. അപ്പോൾ ആ റിപ്പോർട്ടിനൊക്കെ അടിസ്ഥാനത്തിലാണ് എഴുതിയിരിക്കുന്നത്. കേസിൽ KM മാണിക്ക് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കിയ വിജിലൻസ് SP സുകേശന് സർക്കാരിന്റെ വഴിവിട്ട സഹായം. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ സുകേശന്റെ ഭാര്യ S സുമത്തിന് ഓച്ചിറയിൽ നിന്നും വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം നൽകി. സർക്കാരിന്റെ അസാധാരണ ഉത്തരവ് വഴിയാണ് സ്ഥലം മാറ്റം നടത്തിയത്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലി നോക്കുന്നതിനിടെയാണ് വിജിലൻസ് SP R സുകേശന്റെ ഭാര്യയ്ക്ക് 2015 മാർച്ച് 6-ാം തീയതി വനിതാക്ഷേമം എക്സ്റ്റൻഷൻ ഓഫീസറായി ഓച്ചിറ ബ്ലോക്കിലേക്ക് സ്ഥാനക്കയറ്റത്തോടെ നിയമനം ലഭിക്കുന്നത്. സ്ഥാനക്കയറ്റം ലഭിച്ച് 2 മാസത്തിനുള്ളിൽ തന്നെ S സുമത്തിന് വീട്ടിനടുത്തേക്ക് സർക്കാർ സ്ഥലം മാറ്റി നൽകി. സ്ഥലം മാറ്റത്തിനായി ഗ്രാമവികസന വകുപ്പ് പുറത്തിറക്കിയ മാനദണ്ഡങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് SP-യുടെ ഭാര്യയ്ക്ക് സ്ഥലം മാറ്റം നൽകാൻ മന്ത്രി KC ജോസഫ് നേരിട്ട് ഇടപെടുകയായിരുന്നു. പൊതുസ്ഥലം മാറ്റത്തിന്റെ ലിസ്റ്റ് നിലവിലുണ്ടെങ്കിൽ മുൻഗണനാ പട്ടികയിൽ നിന്ന് വേണം സ്ഥലം മാറ്റം നടത്തേണ്ടത്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് സ്ഥലം മാറ്റം നടന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ കമ്മീഷന്റെ പ്രത്യേക അനുമതി വാങ്ങിയാണ് SP R സുകേശന്റെ ഭാര്യയ്ക്ക് സർക്കാർ ക്രമവിരുദ്ധമായി വീട്ടിനടുത്തേക്ക് സ്ഥലം മാറ്റം നൽകി സഹായിച്ചത്. എന്നാൽ പ്രത്യേക അനുമതി വാങ്ങാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ചേതോവികാരം ബാർക്കോഴ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് സുകേശൻ എന്നതാണ്. നിരവധി സീനിയർ ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റത്തിനായി അപേക്ഷ നൽകി വർഷങ്ങളായി കാത്തിരിക്കുമ്പോഴാണ് S സുമത്തിന്റെ സ്ഥലം മാറ്റത്തിനായി മന്ത്രി നേരിട്ട് ഇടപെട്ടത്. ഈ സ്ഥലം മാറ്റം ലഭിച്ചതിനു ശേഷം SP R സുകേശന്റെ മുൻ നിലപാടുകളിൽ കാതലായ മാറ്റം വന്നു എന്നതും ശ്രദ്ധേയമാണ്. ബാർക്കോഴ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് SP R സുകേശനെ പ്രലോഭിപ്പിക്കാനോ സ്വാധീനിക്കാനോ നടന്ന ശ്രമമാണ് ഭാര്യയുടെ സ്ഥലം മാറ്റമെന്നത് പകൽ പോലെ വ്യക്തമാണ്. ക്രമവിരുദ്ധമായി നടന്ന ഈ സ്ഥലം മാറ്റത്തിന്റെ പ്രത്യുപകാരമാണോ വിജിലൻസ് ഇപ്പോൾ കോടതിയിൽ നടത്തിയിരിക്കുന്ന നാടകീയ നീക്കമെന്നതും സംശയം ജനിപ്പിക്കുന്നു. S ജീവൻകുമാർ, തിരുവനന്തപുരം. സോളാർ കേസിൽ അഴിമതി മൂടിവെക്കാൻ ശ്രമം നടന്നതിന്റെ തെളിവാണ് അലക്സാണ്ടർ ജേക്കബിന്റെ വെളിപ്പെടുത്തലെന്ന് പിണറായി വിജയൻ. നവകേരള മാർച്ചിനുള്ള ജനപിന്തുണയിൽ സുധീരനും മുഖ്യമന്ത്രിയും അങ്കലാപ്പിലാണ്. ബീഫിനായി തെരച്ചിൽ നടത്തുന്ന സംഘപരിവാർ ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്നതായും പിണറായി വിജയൻ പറഞ്ഞു. ഒരു കുടുംബം സഞ്ചരിക്കുക, ഭാര്യയും ഭർത്താവും, അപ്പോഴാണ് ഒരു സംഘം കമ്പാർട്ട്മെൻറ്റിലേക്ക് ചാടിക്കയറുന്നത്. എന്നിട്ട് അവർ ചെയ്യുന്നതോ നിങ്ങളുടെ കയ്യിൽ ബീഫുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ അടുക്കളയിൽ കയറൽ മാത്രമല്ല, സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് വരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ സ്ത്രീകളൊക്കെ സഞ്ചരിക്കുമ്പോൾ സാധാരണ ഒരു ചെറിയ ബാഗ് കയ്യിലുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഈ ബാഗിൽ ബീഫുണ്ടോ എന്ന് പരിശോധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക. സോളാർ കമ്മീഷൻ്റെ മുന്നിൽ DGPയുടെ വെളിപ്പെടുത്തൽ കാണിക്കുന്നത് നേരത്തെ കേട്ട കാര്യങ്ങളെല്ലാം വസ്തുതയാണ് എന്നാണ്. അപ്പോൾ നേരത്തെ നടന്നൊരു അഴിമതി ഏറെക്കുറെ പരസ്യമായപ്പോൾ ആ അഴിമതിയുടെ ഭാഗമായി ഉണ്ടായ വഴിവിട്ട നീക്കങ്ങൾ, നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചത് മറച്ചുവെക്കാനുള്ള വലിയ നീക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
നവകേരള മാർച്ച് കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു. ഉദുമ മണ്ഡലത്തിലെ ചട്ടഞ്ചാലിലായിരുന്നു രണ്ടാം ദിവസത്തെ ആദ്യ സ്വീകരണം. ഉച്ചയ്ക്ക് ശേഷം കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ കാലിക്കടവിലും നവകേരള യാത്രയ്ക്ക് സ്വീകരണം നൽകി. സ്വീകരണ കേന്ദ്രങ്ങളിൽ ഒഴുകിയെത്തിയ ജനസഞ്ചയം CPIM-ന്റെ ഈ മേഖലയിലെ ബഹുജനാടിത്തറയ്ക്ക് തെളിവായി. ആയിരങ്ങൾ മുദ്രാവാക്യം വിളികളോടെ ജാഥ ക്യാപ്റ്റനെ വരവേറ്റു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വലിയ ജനക്കൂട്ടമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും കണ്ടത്. സ്വീകരണത്തിന് ജാഥ ക്യാപ്റ്റൻ പിണറായി വിജയൻ നന്ദി പറഞ്ഞു. മതനിരപേക്ഷത, അഴിമതി, വികസനം എന്നീ വിഷയങ്ങളിലൂന്നിയായിരുന്നു പിണറായി വിജയന്റെ മറുപടി പ്രസംഗങ്ങൾ. ഈ 5 വർഷ കാലയളവിനുള്ളിൽ ഒരു 25 വർഷക്കാലത്തേക്കെങ്കിലും നാടിനെ പിറകോട്ട് നയിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. വൈകിട്ട് 7 മണിയോടെ കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. മണ്ണും മനസ്സും ചുവന്ന കണ്ണൂർ ആവേശത്തോടെ ജാഥയെ വരവേറ്റു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി MP, ജില്ലാ സെക്രട്ടറി P ജയരാജൻ, MV ജയരാജൻ, KK രാഗേഷ് MP എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ജില്ലാ അതിർത്തിയിലെ സ്വീകരണം. ജാഥ കടന്നുപോയ വഴികൾ ഇരുവശവും ചെങ്കൊടികളാലും തോരണങ്ങളാലും അലങ്കൃതമായിരുന്നു. വൈകിട്ട് പയ്യന്നൂരിൽ നൽകിയ സ്വീകരണത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ജാഥ നാളെയും കണ്ണൂരിൽ പര്യടനം തുടരും. കണ്ണൂരിൽ നിന്നും സാലി മുഹമ്മദ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വീണ്ടും ജേക്കബ് തോമസ്. സുതാര്യ കേരളം എന്ന പേരിൽ ഓഫീസിൽ വെക്കുന്നത് ചെപ്പടി വിദ്യയാണെന്ന് ജേക്കബ് തോമസ് ആരോപിച്ചു. ക്യാമറ വെച്ചതുകൊണ്ട് അഴിമതി ഇല്ലാതാകില്ല. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ജനപ്രതിനിധികൾ എത്ര പറഞ്ഞാലും കേൾക്കരുതെന്നും അഴിമതി മാറ്റാൻ കേരളം മുഴുവൻ ക്യാമറ വെക്കേണ്ടി വരുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. നമ്മളൊരു വെബ്ക്യാം വെച്ചിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ. അതുകൊണ്ട് ഇനി മുതൽ മൊത്തം സുതാര്യ കേരളമാണ് എന്നൊക്കെയുള്ള പാലിയേറ്റീവായിട്ട്, അതായത് ഫീൽ ഗുഡിന് വേണ്ടിയിട്ട്, അത് വളരെ നെഗറ്റീവായിട്ട് കറപ്ഷൻ പ്രോത്സാഹിപ്പിക്കുക മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ബെനിഫിറ്റ് ഫ്രെയിമിങ്ങിലുള്ള ചെപ്പടി വിദ്യകൾ നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ അങ്ങനത്തെ ഫ്രെയിം ചെയ്യുമ്പോൾ കേരളം ഒട്ടാകെ അങ്ങനെ ഒരു സാധനം വെക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിലില്ലേ? കാരണം എവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കാൻ നമുക്ക് അറിഞ്ഞൂടാ. എവിടെയാണ് ഒരാൾ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരാളെ മീറ്റ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ കേരളം മൊത്തം നമുക്ക് ഇങ്ങനെ ഒരു വെക്കാൻ വെക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ലാവ്ലിൻ കേസ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ നീക്കമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഇതിൽ കക്ഷിയില്ലാത്ത സർക്കാർ ഹൈക്കോടതി തന്നെ ചോദിച്ചല്ലോ, അതിൽ കൊണ്ട് ഇത് പെട്ടെന്ന് തീരുമാനം എടുക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം താങ്കൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. AGയും മുഖ്യമന്ത്രിയും കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. ബാർ, സോളാർ കേസുകൾ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുവെന്നാണ് സൂചന. കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ ഇരുവരും തയ്യാറായില്ല. കനത്ത ഫീസ് വാങ്ങുന്ന അഭിഭാഷകർക്കാണ് കോടതികളിൽ കൂടുതൽ പരിഗണനയെന്ന് VS അച്യുതാനന്ദൻ. ഇത് നീതി നിർവഹണത്തിലെ ദുരന്തവും വൈരുദ്ധ്യവുമാണ്. ഉയർന്ന ഫീസ് അഭിഭാഷകർ വാങ്ങുന്നത് കുറയ്ക്കണമെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. എന്നാൽ വൻകിടക്കാരിൽ നിന്നും ഉയർന്ന ഫീസ് വാങ്ങുന്നതിൽ എന്താണ് തെറ്റെന്ന് ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ ചോദിച്ചു. കേരളയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ആരംഭിക്കുന്ന MK നമ്പ്യാർ അക്കാദമി ഫോർ ലോയുടെ തറക്കല്ലിടൽ ചടങ്ങായിരുന്നു വേദി. VS അച്യുതാനന്ദനും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിനെയും കൂടാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, KP ദണ്ഡപാണി, ആസിഫ് അലി തുടങ്ങിയ പ്രമുഖർ വേദിയിൽ. VSന്റെ ഊഴം വന്നപ്പോഴാണ് മുതിർന്ന അഭിഭാഷകർക്കെതിരെ തന്റെ അനുഭവം വിവരിച്ച് VS തിരിഞ്ഞത്. ഒരു കേസ് വാദിക്കാൻ താൻ സുപ്രീം കോടതിയിലെ ഒരു പ്രമുഖനായ വക്കീലിനെ സമീപിച്ചപ്പോൾ ചോദിച്ച ഫീസ് 60 ലക്ഷം രൂപയാണ്. അഭിഭാഷകരുടെ ഫീസ് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നില്ല. വലിയ ഫീസ് വാങ്ങുന്ന അഭിഭാഷകർക്ക് കോടതിയിൽ കൂടുതൽ പരിഗണന ലഭിക്കുന്നു. VS തുടർന്നു. സുപ്രീം കോടതിയിലെ ഒരു അഭിഭാഷകനെ വച്ച് കേസ് നടത്താൻ നമ്മുടെ രാജ്യത്തെ എത്ര പൗരന്മാർക്ക് കഴിയും എന്നാലോചിക്കേണ്ടതാണ്. ജൂനിയർ അഭിഭാഷകൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ച് സമർത്ഥമായി കേസ് വാദിച്ചാലും ഒരു സീനിയർ അഭിഭാഷകന് ലഭിക്കുന്ന പരിഗണന കോടതിയിൽ നിന്ന് കിട്ടാറില്ലെന്ന് പരാതിയുണ്ട്. ഇത് വലിയൊരു വൈരുദ്ധ്യവും നീതി നിർവഹണത്തിലെ ദുരന്തവുമാണ്. അധികം വൈകാതെ തന്നെ VSന് മറുപടിയുമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ രംഗത്തെത്തി. 60 ലക്ഷമല്ല 1 കോടി രൂപ വരെ വാങ്ങുന്ന അഭിഭാഷകരുണ്ട്. എന്നാൽ പാവങ്ങളുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങാത്ത അഭിഭാഷകരും സുപ്രീം കോടതിയിലുണ്ടെന്ന് ഠാക്കൂർ ഓർമ്മിപ്പിച്ചു. വൻകിടക്കാരുടെ കേസ് വാദിക്കുമ്പോൾ ഉയർന്ന ഫീസ് വാങ്ങുന്നത് എന്താണ് തെറ്റെന്നും ജസ്റ്റിസ് TS ഠാക്കൂർ ചോദിച്ചു. If there is a company which has a claim of 50,000 crores and if Mr. Venugopal charges 1 crore of rupees, it doesn't really matter. പാണ്ഡിത്യത്തിന്റെയും അനുഭവ സമ്പത്തിന്റെയും അടിസ്ഥാനത്താണ് മുതിർന്ന അഭിഭാഷകർക്ക് ഈ പരിഗണന ലഭിക്കുന്നതെന്നും ചെറുപ്പക്കാരും ആ തലത്തിലേക്ക് ഉയർന്നു വരികയാണ് ചെയ്യേണ്ടതെന്നും ജസ്റ്റിസ് TS ഠാക്കൂർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ഇന്ത്യ പാക് വിദേശകാര്യ സെക്രട്ടറിമാരുടെ ചർച്ച ഈ മാസം അവസാനം നടന്നേക്കും. ഇരു വിദേശകാര്യ സെക്രട്ടറിമാരും ഫോണിലൂടെ സംസാരിച്ച് ചർച്ചയ്ക്ക് സമ്മതം അറിയിച്ചു. വൈകുന്തോറും ഫലം കുറയുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചയ്ക്ക് ധാരണയായത്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കറും പാക് വിദേശകാര്യ സെക്രട്ടറി ഐസാസ് അഹമ്മദ് ചൗധരിയും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയാണ് ചർച്ചയ്ക്ക് ധാരണയായത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദിന്റെ അറസ്റ്റിനെ കുറിച്ച് സ്ഥിരീകരണമില്ലെങ്കിലും ചർച്ച വൈകുന്നത് ഗുണം ചെയ്യില്ലെന്ന ധാരണയിലാണ് ഈ മാസം തന്നെ ചർച്ച നടത്താൻ തീരുമാനിച്ചത്. ഈ മാസം 18 വരെ പാക് വിദേശകാര്യ സെക്രട്ടറി അഫ്ഗാൻ, US, ചൈന എന്നീ രാജ്യങ്ങളുമായി ചതുരാഷ്ട്ര യോഗത്തിലാണ്. അതിനാൽ ഈ മാസം 20-ന് ശേഷം ചർച്ച നടത്താമെന്നാണ് പാക് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചത്. എന്നാൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കെതിരെ നടപടി സ്വീകരിച്ചതിന്റെ FIR കോപ്പി ഇന്ത്യ ആവശ്യപ്പെട്ടു. പത്താൻകോട്ട് ആക്രമണം നടത്തിയ ഭീകരരുടെ DNA പരിശോധനാ ഫലവും വിരലടയാള വിശദാംശങ്ങളും പാകിസ്ഥാൻ ഇന്ത്യയോടും ആവശ്യപ്പെട്ടു. അതേസമയം ഭീകരർ ഉപയോഗിച്ച ബൈനോക്കുലറുകൾ US-ൽ നിർമ്മിച്ചവയാണെന്ന് കണ്ടെത്തിയതോടെ അന്വേഷണത്തിൽ ഇന്ത്യ US-ന്റെ സഹായം തേടും. ബൈനോക്കുലറുകളുടെ സീരിയൽ നമ്പർ US-ന് കൈമാറി എവിടെ നിന്ന് എപ്പോൾ മോഷ്ടിച്ചുവെന്ന് കണ്ടെത്താനാണ് NIA ശ്രമം. അഫ്ഗാനിലെ US സൈനിക ബേസുകളിൽ നിന്ന് ഭീകരർ ഇത് മോഷ്ടിച്ചതാണോ എന്നാണ് US സംശയിക്കുന്നത്. പാക് സൈന്യവും US നിർമ്മിത ബൈനോക്കുലറുകൾ ഉപയോഗിക്കുന്നതിനാൽ ഭീകരർക്ക് ഇവ പാക് സൈന്യത്തിൽ നിന്ന് ലഭ്യമായതാണെന്നാണ് NIA കരുതുന്നത്. ഇക്കാര്യം തെളിയുന്നതോടെ ഭീകരർക്കുള്ള പാക് ബന്ധത്തിന്റെ തെളിവുകൾ വ്യക്തമാക്കാനാകുമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗുലാം അലിയുടെ ഗസൽ രാവിന് കോഴിക്കോട്ടും ഒരുക്കങ്ങൾ പൂർത്തിയായി. സ്വരലയ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ നാളെയാണ് ഗുലാം അലി പാടുക. കോഴിക്കോടിന്റെ സംഗീത പ്രേമികൾക്കിടയിലേക്ക് ഗസൽ വർഷം ചൊരിഞ്ഞ് ഗുലാം അലി എന്ന പ്രതിഭാസം എത്തുമ്പോൾ കലാപാരമ്പര്യത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന കോഴിക്കോടിന് അഭിമാനിക്കാം. 17-ാം തീയതി വൈകിട്ട് 6 മണിക്കാണ് കോഴിക്കോട് സ്വപ്നനഗരി ആ ഗസൽ സന്ധ്യയ്ക്ക് ആതിഥ്യമരുളുക. 15,000 പേർക്ക് ഗസൽ ആസ്വദിക്കാനുള്ള സൗകര്യമാണ് സ്വപ്നനഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്. 6 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിക്ക് പാസ് ലഭിച്ചവർ 5:30 സ്വപ്നനഗരിയിൽ എത്തിച്ചേരണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാന സർക്കാരിന്റെ മുഖ്യാതിഥി ആയതുകൊണ്ടും പരിപാടിക്ക് ശിവസേന ഭീഷണി ഉള്ളതുകൊണ്ടും പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് പരിപാടി നടക്കുക. കോഴിക്കോട് നഗരവാസികൾ വളരെ വലിയ ആദരവോടെയാണ് ഗുലാം അലിയെ വരവേൽക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും ബഹുസ്വരതയോടുള്ള നമ്മുടെ ബഹുമാനവും കലയോടും സംഗീതത്തോടുമുള്ള കോഴിക്കോട്ടുകാരുടെ സ്നേഹവും എല്ലാം പ്രകടിപ്പിക്കുന്ന പ്രതീകാത്മകമായ ഒരു പരിപാടിയാണ്. ഭാരതത്തിന്റെ സഹിഷ്ണുതയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ഒരു സന്ദേശം. ഗുലാം അലിക്ക് കോഴിക്കോടിന്റെ ആദരം നൽകുന്നതോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. ജനപ്രതിനിധികൾ ഉൾപ്പെടെ കലാ സാംസ്കാരിക രംഗത്തെ നായകന്മാർ അണിചേരുന്ന ചടങ്ങിൽ MT വാസുദേവൻ നായരാണ് മുഖ്യാതിഥി. പാസ് ലഭിച്ചവരുടെ പേരും ഫോൺ നമ്പറും പോലീസിന് നൽകുന്നതുൾപ്പെടെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കലാ സാംസ്കാരിക രംഗത്തെ കോഴിക്കോടിന്റെ പാരമ്പര്യത്തിനൊപ്പം ഗുലാം അലിയുടെ സ്പർശം കൂടി ഏൽക്കുന്നതോടെ കോഴിക്കോടിന്റെ മണ്ണ് ധന്യമാകുമെന്ന് പറയാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട്ടെ സംഗീത പ്രേമികളിൽ ആവേശം വിതറി ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ജസ്രാജ്. കോഴിക്കോട് ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഗോകുലോത്സവ് 2016 പണ്ഡിറ്റ് ജസ്രാജ് പാടിയത്. ഹിന്ദുസ്ഥാനി കോഴിക്കോടിന് അന്യമല്ല. ഉറങ്ങാത്ത തെരുവുകൾ രാവെളുക്കുവോളം ഹിന്ദുസ്ഥാനി മെഹഫിലുകൾക്ക് ചെവിയോർത്തിട്ടുണ്ട് പണ്ടുമുതൽക്കേ. അക്കാലത്തെ രാത്രികളോരോന്നും സംഗീത സാന്ദ്രമായിരുന്നു. ഇന്ന് ടാഗോർ ഹാളിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി പണ്ഡിറ്റ് ജസ്രാജ് പാടി തുടങ്ങിയത് ആ പഴയ സംഗീത സായാഹ്നങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഗോകുലോത്സവ് 2016 പണ്ഡിറ്റ് ജസ്രാജ് പാടിയത്. ഇതാദ്യമായാണ് അദ്ദേഹം കോഴിക്കോടെത്തിയതും കച്ചേരി അവതരിപ്പിച്ചതും. ചടങ്ങിൽ പണ്ഡിറ്റ് ജസ്രാജിന്റെ 86-ാം ജന്മദിനാഘോഷവും നടന്നു.
മന്ത്രി KP മോഹനൻ, കോഴിക്കോട് മേയർ VKC മുഹമ്മദ് കോയ, കലാ പ്രസിഡന്റ് തോട്ടത്തിൽ രവീന്ദ്രൻ, ഗോകുലം ഗോപാലൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആലുവയിൽ കോൺഗ്രസ് നേതാക്കളുടെ നിയമവിരുദ്ധമായ കെട്ടിട നിർമ്മാണം. കയ്യേറിയ ഭൂമിയിൽ നടക്കുന്ന നിർമ്മാണത്തിനെതിരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ മറികടന്നുള്ള നിർമ്മാണത്തിന് MLA ഒത്താശ ചെയ്യുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നത് പുനരാലോചനയ്ക്ക് വിധേയമാക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ശുപാർശ. പരാതിയുടെയും അപ്പീലുകളുടെയും പ്രളയമായി മാറുന്ന സ്കൂൾ കലോത്സവ നടത്തിപ്പ് സംബന്ധിച്ച് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലാണ് കമ്മീഷൻ ഗ്രേസ് മാർക്കിനെതിരെ നിലപാട് സ്വീകരിച്ചത്.